കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ സെറ്റ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് ആയിട്ട് കൗണ്ടബിൾ സെറ്റ്സിന്റെ ഡെഫിനിഷനും അതിന്റെ എക്സാമ്പിൾസിലൂടെയാണ് പോയിട്ടുള്ളത്. സെറ്റ് കൗണ്ടബിൾ ആവും if it is either finite or denumerable. സെറ്റിനെ ഡെന്യൂമറബിൾ എന്ന് വിളിക്കും if there is a bijection from the set of natural numbers to that set. ഡെന്യൂമറബിൾ ആയിട്ടുള്ള കുറെ സെറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. Set of natural numbers is denumerable, z is denumerable, and set of even natural numbers denumerable, set of odd natural numbers denumerable, n cross n is denumerable, set of rational numbers is denumerable. Of course, അപ്പോൾ തീർച്ചയായും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് denumerable ആണോ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, ഇങ്ങനെയുള്ള സെറ്റുകൾ denumerable ആണോ എന്നുള്ള ഡിസ്കഷനിലോട്ടാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് തിയറംസ് ഡിസ്കസ് ചെയ്യാണ്. നോക്കാം. ആദ്യത്തെ തിയറം, suppose that S and T are sets and T subset of S. T ആണ് S നേക്കാൾ ചെറുത്. If S is countable, then T is countable. അപ്പോൾ വലിയ സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ Tയും എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റും ആവും ഡെന്യൂമറബിളും ആവും. അപ്പൊ ഇതേ കാര്യം നമ്മൾ ഫൈനൈറ്റ് സെറ്റിന്റെ കേസിൽ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. തിയറം 1.42 അതിൽ ഇതേ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പറഞ്ഞ കാര്യം എസ് ഫൈനൈറ്റ് ആണെങ്കിൽ ടി ഫൈനൈറ്റ് ആണ്. ഇനി ടി ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എസും ഏതായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ ശരിക്കും ഇവിടെ കേസ് പ്രൂവ് ചെയ്യാനുള്ള ഡെന്യൂമറബിൾ എന്നുള്ള കേസ് മാത്രമേ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. മറ്റേ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ജനറലി പറയുമ്പോൾ എസ് കൗണ്ടബിൾ ആണെങ്കിൽ ടി കൗണ്ടബിൾ, ടി അൺകൗണ്ടബിൾ ആകുന്ന സമയത്ത് അതിനേക്കാൾ വലിയ സെറ്റ് ആയിട്ടുള്ള എസും ഏതായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് പാർട്ടേ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് പാർട്ടിലും ഒരു സെക്ഷനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിന്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ ആദ്യം പ്രൂഫിലോട്ട് പോയാൽ, സപ്പോസ് ദാറ്റ് S is countable. Of course, A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Suppose that S is countable and T subset of S. T S ന്റെ subset ആണ്. If S is finite, countable ആകുമ്പോൾ ഫൈനൈറ്റ് ആവും ഡെന്യൂമറബിൾ ആവും. S ഫൈനൈറ്റ് ആണെങ്കിൽ then T is also finite. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് തിയറം 1.42. ഇനി നമ്മൾ നോക്കേണ്ടത് if S is denumerable, നമുക്ക് ടിയും ഡെന്യൂമറബിൾ ആയിട്ട് കിട്ടണം. ഡെന്യൂമറബിൾ എന്ന് പറയുമ്പോൾ if there is a bijection from the set of natural numbers to S, അത് അല്ലെങ്കിൽ എസിലെ എലമെന്റ്സിനൊക്കെ നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു. ഇവിടെ അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. S denumerable ആണെങ്കിൽ then elements of S can be arranged as a sequence, say xn. അപ്പോൾ നമുക്ക് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. x1 x2 x3 എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസ് ആയിട്ട് എസിലെ എലമെന്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ടി ഏതാണെന്നാണ്. ഡെന്യൂമറബിൾ കിട്ടണം. ടി ഡെന്യൂമറബിൾ കിട്ടണമെങ്കിൽ ടിയുടെ എലമെന്റ്സ് നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ അതിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ആളുകളെയും ഡെന്യൂമറബിൾ അല്ല, സ്റ്റിൽ ആ രീതിയിൽ തന്നെ ചിന്തിക്കുക. അതിനുള്ള കോളേജിലെ മൊത്തം കുട്ടികൾ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നു. അപ്പൊ ദാറ്റ് ഇസ് എ സെറ്റ് എസ് അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ സീക്വൻസ് xn. ഞാൻ ആ കളക്ഷന്റെ സബ്സെറ്റ് ആയിട്ട് പുതിയൊരു സെറ്റ് ടി ഫോം ചെയ്യാണ്. ആ നിങ്ങളെ കോളേജിലെ കുട്ടികളിൽ സ്പെക്സ് യൂസ് ചെയ്യുന്ന കുട്ടികൾ, അതിന്റെ കളക്ഷൻ ആണ് ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഈ മൊത്തം നിലനിൽക്കുന്നതിന്റെ അകത്തുനിന്ന്
ഞാൻ ഈ ടിയിൽ ആളുകളെ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുകയാണ്. എങ്ങനെയായിരിക്കും ടിയിൽ ആളുകളെ വേർതിരിച്ചെടുക്കുക? നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, എന്നിട്ട് സ്പോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വിത്ത് സ്പെക്ടക്കിൾസ്, സ്പെക്സ് ധരിച്ചിരിക്കുന്ന ആദ്യത്തെ ആളെ സ്പോട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് മാറ്റിയിടുന്നു. അപ്പോൾ അത് ടിയിലെ മെമ്പറായി. പിന്നെ മുന്നോട്ട് പോകുന്നു, അടുത്ത ആളെ നോക്കുന്നു, ഇങ്ങോട്ട് മാറ്റിയിടുന്നു, ടിയിലെ അടുത്ത മെമ്പറായി. ഇങ്ങനെ ഞാൻ ആ നിങ്ങളെ എസിലെ മൊത്തം ആ ലൈനിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് മാറ്റിയിടുന്നത് എനിക്ക് പുതിയൊരു സീക്വൻസ് ആയി. ആ സീക്വൻസിലെ എലമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഏതിലാണ്? ടിയിലാണ്. അപ്പൊ അതേ പരിപാടിയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്, ടിയിൽ എലമെന്റ്സിനെ സീക്വൻസ് ആക്കി മാറ്റാൻ. construct a new sequence nk എന്ന് പേര് വിളിക്കുകയാണ് of natural numbers such that n1, അപ്പൊ ഈ സീക്വൻസിലുള്ള ആളുകൾ n1 n2 n3 n4 etc. അത് ഈ xn ആയിട്ട് ബന്ധമല്ല, n1 n2 n3 n4 എന്നുള്ള രീതിയിലുള്ള ഒരു സീക്വൻസ് ഫോം ചെയ്യാം. ഈ xnലെ ആളുകൾ x1 x2 x3 എസിലെ ആളുകളെ മൊത്തമായിട്ട് നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. n1 എന്ന് പറയുന്ന be the natural number least positive integer so that xn1 belongs to t. അപ്പോൾ n1 എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. n1 is the least positive integer so that xn1 ഏതിലാണ്? ടിയിലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നിരനിരയായി നിർത്തിയിരിക്കുന്നു. ഞാനിങ്ങനെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ മെമ്പർ ഇത് x1, അടുത്ത മെമ്പർ x2 ആണ്. സപ്പോസ് 8ാമത്തെ ആളാണ് ആദ്യത്തെ സ്പെക്സ് ഇട്ടിരിക്കുന്ന ആളെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സ്പെക്സ് ധരിക്കുന്ന ആളുകളുടെ കളക്ഷൻ ആണ് നമ്മുടെ ടി. അപ്പൊ ടിയിലെ ഫസ്റ്റ് മെമ്പർ ഈ ലൈനിൽ കയറി നിൽക്കുന്നത് ആരാണ്? 8ാമത്തെ ആളാണ്. അപ്പൊ 8നെയാണ് ഇവിടെ എന്ന് വിളിച്ചിരിക്കുന്നത് n1. സോ n1 is the least positive integer so that x8 അല്ലെങ്കിൽ xn1 ഏതിലുള്ള ആളാണ്? ടിയിലുള്ളതാണ്. Now and n2 is least positive integer greater than n1 so that xn2 belongs to t. അപ്പൊ ആരാ n2? ഈ 8ാമത്തെ ആളെ ഇങ്ങോട്ട് മാറ്റി നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോവുകയാണ്. അപ്പൊ n1 എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് 8 ആണ്. ഞാൻ വീണ്ടും മുന്നോട്ട് പോവാണ്, അടുത്ത ആൾക്ക് സ്പെക്സില്ല, അടുത്ത ആൾക്ക് സ്പെക്സില്ല, ഇങ്ങനെ പോയിട്ട് സപ്പോസ് 14th x14 ആണ് പിന്നെ അടുത്ത സ്പെക്സിലുള്ള ആളെങ്കിൽ, അയാളും ടിയിലെ ആളാണെങ്കിൽ സ്പെക്സിലുള്ള ആളുകളുടെ കളക്ഷൻ ആണ് ടി. സോ n2 എന്ന് പറയുന്നത് അവിടെ നമ്മൾ 14 ആണ്. n2 is the least positive integer which is greater than n1 so that xn2 belongs to the t. ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പുതിയ സീക്വൻസ് nk കിട്ടും. സോ ദാറ്റ് xnk ഏതിലാണ്? ടിയിലാണ്. ആൻഡ് സോ then T is a set xn1, xn2, etc. or sequence xnk. അതിനർത്ഥം ടിയിലെ ആളുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഏതിന്റെ ടേംസിൽ ഏതായിട്ട് എഴുതിയിരിക്കുകയാണ്? ഒരു സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തു. Therefore T is the numeral. ടി ഏതായി? ഡെന്യൂമറബിൾ ആയി. അപ്പൊ നമുക്ക് അത്രയൊക്കെ വേണ്ടിയിരുന്നുള്ളൂ. എസ് ഡെന്യൂമറബിൾ ആണെങ്കിൽ ടി ഏതാണ്? ഡെന്യൂമറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനേ വേണ്ടിയിരുന്നുള്ളൂ. എസ് ഫൈനൈറ്റ് ആവുന്ന സമയത്ത് ടി ഇസ് ഫൈനൈറ്റ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Therefore നമുക്ക് എന്ത് പറയാം? Therefore T is countable. ഇനി ബി പാർട്ട് ആദ്യത്തെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് അതും
ട്രൂ ആണ്. അപ്പൊ ബി പാർട്ട് എന്ന് വരുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. This is a contrapositive statement of A, so hence it is true. ഒന്നുകൂടെ ഇതിന്റെ അകത്ത് കിട്ടുന്ന കാര്യം ഇതാണ്, ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ എല്ലാ സബ്സെറ്റുകളും കൗണ്ടബിൾ ആണ്. അപ്പൊ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്, അതിന്റെ സബ്സെറ്റുകൾ ഒക്കെയും കൗണ്ടബിൾ ആയിരിക്കും. റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി ഒരു സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സൂപ്പർ സെറ്റുകൾ ഒക്കെയും ഏതായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എവിടെയോ ഒരു അൺകൗണ്ടബിൾ സെറ്റിലോട്ട് പോവാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൂപ്പർ സെറ്റുകളൊക്കെ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സെറ്റുകളും അൺകൗണ്ടബിൾ ആവും. ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളൊക്കെയും ഏതാണ്? കൗണ്ടബിൾ ആണ്. അപ്പൊ ഇതിൽ രണ്ടാമത്തെ തിയറം നോക്കാം. The following three statements are equivalent. കൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് ഒരു സർജക്ഷൻ ഉണ്ട്. സർജക്ഷൻ മീൻസ് ഓൺ ടു മാപ്പിംഗ് ഫ്രം n to s ഉണ്ടെന്ന് പറയുന്നതും അതേപോലെ there is an injection from s to n എന്ന് പറയുന്നതും മൂന്നും ഇക്വലന്റ് ആണ്. നോക്കാം അതിന്റെ പ്രൂഫിലോട്ട് പോയാൽ നമ്മൾ ഇക്വലന്റ് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഇക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എപ്പോഴും ചെയ്യുക A implies B എന്ന് പ്രൂവ് ചെയ്യും, then B implies C എന്ന് പ്രൂവ് ചെയ്യും, and C implies A. അപ്പോൾ മൂന്ന് കേസുകളായിട്ട് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യണം. ആദ്യം A implies B, അതായത് A സപ്പോസ് ചെയ്യുന്നു, B പ്രൂവ് ചെയ്യുന്നു. Suppose that S is a countable set. S കൗണ്ടബിൾ ആണെന്ന് വിചാരിക്കും. എപ്പോഴാണ് സെറ്റ് കൗണ്ടബിൾ ആവാം? രണ്ട് പോസിബിലിറ്റി, ഒന്നെങ്കിൽ ഇത് ഫൈനൈറ്റ് ആവാം, അല്ലെങ്കിൽ ഏതാ ഡിന്യൂമറബിൾ ആവാം. ആദ്യം if S is finite with n elements, S finite set with n elements ആണെന്ന് വിചാരിച്ചോളൂ. then നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം there is a bijection, say H from n to S. നമുക്ക് വേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ട് ബൈജക്ഷൻ വേണം? ഫ്രം ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ബൈജക്ഷൻ വേണം. അപ്പൊ ഇവിടെ ഉള്ളത് ഇങ്ങനെയാണ്. എസ് എന്ന് പറഞ്ഞ സെറ്റ് ഇവിടെ ഉണ്ട്, 1 2 3 എക്സെട്ര ഒരു n വരെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ബൈജക്ഷനും ഉണ്ട്. നമുക്ക് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേണം. നാച്ചുറൽ നമ്പേഴ്സ് വേണമെങ്കിൽ ബൈജക്ഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? വി നീഡ് എ സർജക്ഷൻ ഓൺ ടു മാപ്പ് ഫ്രം ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അതിന് എളുപ്പമാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇത് h എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. Now define capital H from n to s by h of n is equal to, എങ്ങനെ നമുക്ക് ക്യാപിറ്റൽ എച്ചിന്റെ ഇമേജുകൾ കൊടുക്കാം? h of 1 is h of 2 ഉണ്ട്, ഇങ്ങനെ h of n ഉണ്ട്. ഇത് ബൈജക്ഷൻ ആണ്. ഇനി n+1 ഇവിടെ ഉണ്ടാവും, അതിനൊരു ഇമേജ് കൊടുക്കണം, അത് ഇത് തന്നെ കൊടുക്കുക. n+2 ഉണ്ടാവും, അതിനും ഇത് തന്നെ ഇമേജ് കൊടുക്കുക. n+3 ഉണ്ടാവും, അതിനും ഇത് തന്നെ ഇമേജ് കൊടുക്കുക. അപ്പൊ ഇനി അങ്ങോട്ടുള്ള എല്ലാ ആളുകളുടെയും ഇമേജ് ഏത് തന്നെയായിട്ട് കൊടുക്കുക? the same h of n ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ പുതിയ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പക്ഷെ അത് ബൈജക്ഷൻ അല്ല, ഇറ്റ്സ് an on to map. anyway 1 1 എന്നുള്ളത് കീപ്പ് ചെയ്യില്ല, on to map. നമുക്ക് അത്രയും വേണ്ടിയിരുന്നുള്ളൂ. a implies b ക്ക് h of k is defined as h of k for k is equal to 1 2 3 etc. n. അതായത് ക്യാപിറ്റൽ H of 1 എന്ന് പറയുന്നത് സ്മോൾ h of 1 തന്നെ, ക്യാപിറ്റൽ H of 2 എന്ന് പറയുന്നത് സ്മോൾ h of 2 തന്നെ, ക്യാപിറ്റൽ H of n എന്ന് പറയുന്നത് സ്മോൾ h of n തന്നെ. അത് അവിടെ വരെ മാറ്റങ്ങളില്ല. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ആളുകൾക്കും അതായത് കെയുടെ വാല്യൂ n+1 തൊട്ടിട്ട് അങ്ങോട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരേ ഇമേജ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഏതാ ഇമേജ്? ഇവിടുത്തെ ലാസ്റ്റ് ഇമേജ്, ദാറ്റ് ഈസ് h of n. ഇങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ it's a subjection from എവിടെ അങ്ങോട്ടാ n on to s. Then h is a subjection
ഫ്രം n on to s. അപ്പൊ ഇവിടെ നമ്മൾ സപ്പോസ് ചെയ്തു എസ് കൗണ്ടബിൾ സെറ്റ് ആണ്. കൗണ്ടബിൾ ആകുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഒന്നെങ്കിൽ ഫൈനൈറ്റ് ആവാം അല്ലെങ്കിൽ ഡെന്യൂമറബിൾ ആവാം. ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടി എച്ച് എന്ന ഇതിലോട്ട് എസിലോട്ടൊരു സബ്ജക്ഷൻ കിട്ടി. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കേണ്ടത് ഇഫ് എസ് ഇസ് ഡെന്യൂമറബിൾ. ഡെന്യൂമറബിൾ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ഇറ്റ്സെൽഫ് there is a bijection. From n on to s. n എസിനോട് എന്തുണ്ട്? ബൈജക്ഷൻ ഉണ്ട്. ബൈജക്ഷൻ ഉണ്ടെങ്കിൽ അത് എന്തുമാണ്? സബ്ജക്ഷനുമാണ്. അപ്പൊ ഓക്കെ, എസ് കൗണ്ടബിൾ ആണെങ്കിൽ ഒരു സബ്ജക്ഷൻ ഉണ്ട് എന്നുള്ളത് പ്രൂഫായി. എ ഇംപ്ലൈസ് ബി. ഓക്കെ, ഇനി നോക്കാം ബി ഇംപ്ലൈസ് സി. സപ്പോസ് ദാറ്റ് H is a subjection from n on to s. അപ്പൊ n എന്ന എസിലോട്ട് ഒരു സബ്ജക്ഷൻ ഉണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ സബ്ജക്ഷൻ അല്ല, ഇത് പുതിയ കേസ്. അപ്പൊ ആദ്യത്തെ എ പ്ലസ് ബി ആയിട്ട് കണക്ട് ചെയ്തത്. സോ എസ് എന്ന് പറഞ്ഞ സെറ്റ് ഇവിടെ ഉണ്ട്, അതിൽ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. n എന്ന ഇങ്ങോട്ട് സബ്ജക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു എ ബി സി ഒക്കെ ഉള്ളൂ എന്ന് വിചാരിക്കാം, ഡി ഇ ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. വണ്ണിന്റെ ഇമേജ് എ ആവാം, ടൂവിന്റെ ഇമേജ് ബി ആവാം, ത്രീയുടെ ഇമേജ് വീണ്ടും ബി ആവാം, ഫോറിന്റെ ഇമേജ് എ ആവാം, ഫൈവിന്റെ ഇമേജ് എ ആവാം, സിക്സിന്റെ ഇമേജ് സി ആവാം, സെവന്റെ ഇമേജ് സി ആവാം. ഇങ്ങനെ ഒരു സബ്ജക്ഷൻ എവിടെ എങ്ങോട്ടുണ്ട്? എച്ച് ഫ്രം ദ സെറ്റ് n to s എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് there exists an injection from s to നേരെ തിരിച്ച് ഇങ്ങോട്ട് എന്നിലോട്ട് ഒരു 1-1 മാപ്പ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. Now define, നേരത്തെ ഡിഫൈൻ ചെയ്യാണ്. Now define f from, ഞാൻ തൽക്കാലം f എന്നാണ് വിളിക്കുന്നത്, s to n by defined by f of s is equal to minimum of n such that h of n is equal to s. എന്താ അതിന്റെ മീനിങ്? ഇവിടെയുള്ള ആളുകൾക്ക് ഇമേജുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം, അവിടെ ഇങ്ങോട്ടാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ എയുടെ ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഉള്ള എച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ വരച്ചിരിക്കുന്ന പ്രകാരം h(1) a ആണ്, h(4) a ആണ്, h(5) a ആണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് ഇമേജ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒറ്റൊന്നേ വരാൻ പാടുള്ളൂ. അപ്പൊ എയുടെ ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ f ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. f of a is equal to the minimum of n so that h of n is equal to a. അപ്പോൾ h എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എയിലോട്ട് മാപ്പിംഗ് വരുന്ന നമ്പേഴ്സ് നമ്മൾ ഇവിടെ ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് അതിൽ മിനിമം. അപ്പൊ ഇവിടെയാണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ ബിയിലോട്ട് മാപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ നോക്കിയിട്ട് അതിൽ ഏറ്റവും മിനിമം. സോ എഫ് ഓഫ് ബി ഇസ് 2. ഇതേപോലെ സിയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ നോക്കിയിട്ട് അതിൽ ഏറ്റവും മിനിമം. അപ്പൊ ഇവിടെ എഫ് ഓഫ് സി ഇസ് 6. അപ്പൊ ഈ രീതിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യണം ഈ എഫ് ഇൻജെക്ഷൻ ആണെന്നുള്ളത്, അതായത് 1-1 മാപ്പ് ആണെന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് ക്ലാരിറ്റി കൊടുക്കണം. ഇഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു, if f of s1 is equal to f of s2 is equal to m,
നമ്മൾ 1 പ്രൂവ് ചെയ്യുന്ന എപ്പോഴും അങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തിട്ട് അവസാനം എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു എന്ന്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എസ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ടു. ഇമേജുകൾ ഇവിടെയുള്ള ഇമേജുകൾ രണ്ടും എന്താന്ന് എടുക്കുകയാണ്, സെയിം ആണെന്ന് എടുക്കുകയാണ്. അപ്പൊ എനിക്ക് കിട്ടേണ്ടത് എസ് വൺ ഇസ് ഈക്വൽ ടു എസ് ടു എന്ന് കിട്ടണം. ദാറ്റ് മീൻസ് മിനിമം ഓഫ് n so that h of n is equal to s1 is equal to minimum of n so that h of n is equal to s2 is equal to m. h of n s1 ആവുന്ന ക്യാപിറ്റൽ h എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇമേജ് s1 ആവുന്ന ആളുകളുടെ കളക്ഷനിലെ മിനിമം, ഇമേജ് s2 ആവുന്ന ആളുകളുടെ കളക്ഷനിലെ മിനിമവും ആരാന്ന് വിചാരിക്കുന്നു, m. രണ്ടും ഈക്വൽ ആണ് ആൻഡ് ഈക്വൽ ടു ഏത്, m. അപ്പൊ അങ്ങനെ വരുമ്പോ h of m s1 ആവണം. അതായത് ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചോളൂ, ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, അവന്റെ ഇമേജ് അണ്ടർ എച്ച് s1 ആണ്. വേറൊരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, അവന്റെ ഇമേജ് അണ്ടർ എച്ച് s2 ആണ്. ഇതിൽ മിനിമം ഇവരുടെ മിനിമം രണ്ടും ഏതാണ്, m ആണ്. രണ്ട് കേസായാലും h of m എന്ന് പറയുന്നത് s1 ആവാം s2 ആവാം. സോ h of m is equal to s1 ആവാം, h of m is equal to s2 ആവാം. h എന്തായിരുന്നു, it's a map അല്ലെങ്കിൽ it's a surjection. ഇവിടെ അങ്ങോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷന് ഒരാൾക്ക് രണ്ട് ഇമേജ് വരാൻ പറ്റില്ല. So that means h is a function. We get s1 is equal to s2. Therefore നമ്മൾ f of s1 is equal to f of s2 എന്ന് എടുത്തു, അവസാനം s1 is equal to s2 എന്ന് കിട്ടി. Therefore f is an injection from എവിടുന്ന് എങ്ങോട്ടാ, s to n. So b implies c എന്നുള്ളതും done. ഇനി നോക്കാം തേർഡ് പാർട്ട്. Suppose there is an injection of s into n. Suppose f is an injection of s into n. അപ്പൊ s എന്ന് പറയുന്ന സെറ്റ് എന്ന് എന്നിലോട്ട് ഉള്ള 1-1 മാപ്പ് ആണ് ഇത് f. ഓൺ ടു ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യം ക്ലിയർ ആണ്, ഈ എഫിന്റെ ഇമേജുകളുടെ കളക്ഷൻ ഇവിടെ ഉണ്ടാവില്ലേ, അതിലോട്ട് ഈ ഫംഗ്ഷൻ എന്താണ്, ഓൾറെഡി ഇത് 1-1 ആണ്. അപ്പോ range is equal to codomain എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 1-1 and 1-2 ആയി. Then f is a bijection from s on to f of s. s എന്ന f of s ലോട്ട് ഒരു ബൈജക്ഷൻ ആണ്. So നമുക്ക് വേണമെങ്കിൽ പറയാം s is equivalent to f of s. So s is equivalent to f of s. നമുക്ക് എന്താ വേണ്ടേ, s കൗണ്ടബിൾ ആണെന്നാ വേണ്ടേ. s കൗണ്ടബിൾ ആവണമെങ്കിൽ s ലോട്ട് ഒരു ബൈജക്ഷൻ ഒക്കെ ഉണ്ട് എന്നൊക്കെ പ്രൂവ് ചെയ്യണം. പക്ഷെ ആ രീതിയിലൊന്നല്ല ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. s കൗണ്ടബിൾ ആണെന്നല്ലേ കിട്ടേണ്ടത്. അതിന് s is equivalent to f of s. Now f of s ഏതിന്റെ സബ്സെറ്റാ, n ന്റെ സബ്സെറ്റ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്, that is countable, that is denumerable. അപ്പൊ n കൗണ്ടബിൾ ആണ്. തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തു ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളൊക്കെയും എന്ത് തന്നെയാണ്, കൗണ്ടബിൾ ആണ്.
And we know that the subset of a countable set is again countable. ഈ എവിടുന്നാണ് തിയറം നമ്മൾ എടുത്തിരുന്നത് 1.61 ആയി. Therefore, f of s is countable. So, s is countable. ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഇവിടെ ഇങ്ങോട്ടൊരു 1-1 മാപ്പ് ഉണ്ട് നാച്ചുറൽ നമ്പേഴ്സിലേക്ക്. ആ മാപ്പ് എഫ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ എസ് എന്ന് എഫ് ഓഫ് എസിലേക്ക് അതൊരു ബൈജക്ഷൻ ആയി. എസും എഫ് ഓഫ് എസും എന്താണ് ഈക്വലന്റ് ആയി. ഇനി എഫ് ഓഫ് എസ് കൗണ്ടബിൾ ആണ്. എന്തുകൊണ്ട് കൗണ്ടബിൾ ആയി? അത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് കൗണ്ടബിൾ അപ്പോൾ അതിന്റെ സബ്സെറ്റുകളൊക്കെ എന്തായിരിക്കണം? കൗണ്ടബിൾ ആയിരിക്കണം. സോ എഫ് ഓഫ് എസ് കൗണ്ടബിൾ ആയി. എഫ് ഓഫ് എസ് കൗണ്ടബിൾ ആയതുകൊണ്ട് ഏതും കൗണ്ടബിൾ ആയി, എസും കൗണ്ടബിൾ ആയി. അപ്പൊ ഇവിടെ ഉദ്ദേശ കാര്യത്തിലുള്ള ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ് നിന്ന് ആ സെറ്റിലോട്ട് ഒരു ബൈജക്ഷൻ വേണമായിരുന്നു ഫോർ ഡെന്യൂമറബിൾ എന്നുള്ള കേസ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ട് പറയുന്നു എസ് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് മതി? there is a subjection of n onto s. ഒരു സബ്ജക്ഷൻ മതി എവിടെ അങ്ങോട്ട് n എസിലോട്ട്. അപ്പൊ ഈ കാര്യം നമ്മൾ ഇതിനു മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തു പോകുന്നുണ്ട് ഇമേജുകൾ. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഈ ഒരു റീസൺ കൊണ്ടാണ്. നമുക്ക് എന്ത് മതി? എക്സാക്ട് ബൈജക്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. ഫ്രം n on to s എന്ത് കിട്ടിയാലും മതി, ഒരു സബ്ജക്ഷൻ കിട്ടിയാലും മതി. അതിന് ഈ രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അത് എസ് സെറ്റ് കൗണ്ടബിൾ ആണ്. അല്ലെങ്കിൽ എസ് എന്ന എന്നിലോട്ട് ഏത് കിട്ടിയാലും മതി, ഒരു ഇഞ്ചക്ഷൻ ഒരു 1-1 മാപ്പ് ഉണ്ടെങ്കിലും എസ് ഏതാവും കൗണ്ടബിൾ. അപ്പൊ രണ്ട് തിയറംസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. അഗൈൻ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ ഇവിടെ തീരുന്നില്ല. അടുത്ത ക്ലാസ്സിലും ഇത് കണ്ടിന്യൂ.